സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് വീണ്ടും ഒല്ലൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോകാൻ റെഡിയാവാണ്. അപ്പോൾ നിങ്ങളാണ്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ശനിയാഴ്ച വൈകുന്നേരമാണ് അങ്ങോട്ട് പോകണിട്ടാ. അപ്പോൾ ബലൂൺ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി അങ്ങോട്ട് കൊണ്ടുപോവാണ് രണ്ടും കൂടി. അപ്പോൾ കാറിൽ ഇതാ കുത്തി കയറ്റാണ് കേട്ടാ. നമ്മളിപ്പോൾ ഇതാ കുതിരാനൊക്കെ കടന്നു. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 8:30 ആയിട്ടുണ്ട് സമയം. റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം സാറ്റർഡേ നൈറ്റാണ്, പിന്നെ ദിവസം സൺഡേ ആണ്. അപ്പോൾ ഇത് കുട്ടലൂർ ടൗൺ എത്തി. റെയിൽവേ ഗേറ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്താവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റെയിൽവേ ഗേറ്റിൽ പണി നടക്കുന്ന കാരണം നമ്മളൊന്ന് തിരിച്ചിട്ടിട്ടാണ് കേട്ടോ പോണത്. ഇതാ കണ്ടില്ല, റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മളിതാ അങ്ങനെ റോസ് ഗാർഡൻ എത്തി. അങ്ങോട്ടേക്ക് വഴി കയറി. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഓടി വന്നു. നമ്മൾ നേരെ അടുക്കളയിലോട്ട്. വേറൊന്നല്ല, ഞണ്ട് കറി ഇരുന്നിട്ടെന്ന സ്പെഷ്യല്. അപ്പോൾ ഞണ്ടിൻ്റെ സ്മെല്ല് എന്തായി അവിടുത്തെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ അധികം വൈകാൻ നിന്നില്ല. എല്ലാവരും ഞണ്ട് എടുത്തിട്ട് ഒരേ കടിച്ച് വലിയ കറുമുറിയാണ് കേട്ടാ. അപ്പോൾ ഇത് കായൽ ഞണ്ടാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ നല്ല തൊണ്ടിനൊക്കെ നല്ല കട്ടിയായിരുന്നു. പല്ലൊക്കെ ഞങ്ങളുടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് കല്യാണിൽ ആടി സെയിൽ തുടങ്ങിയത് കേട്ടോ, പാലസ് റോഡിലെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് കുറേ നേരം വെയിറ്റിംഗ് ആണ് കേട്ടോ. ആ പുറകിൽ നിന്നുള്ള ടീമുകൾ എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പാലസ് റോഡിലേക്ക് കല്യാണിൽ ജസ്റ്റ് വരുന്നു എന്ന് പറയലുള്ളൂ. എന്താണെന്ന് അറിയില്ല, നീലനോടെ പണയം വെക്കണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നീലയുടെ ചാടത്തുള്ളി വരുന്നുണ്ട്. ഞാൻ എന്താ അവസ്ഥ അറിയില്ല. ധാവരം നടന്ന് വരുന്നുണ്ട്. ഇത് സൺഡേ ഈവനിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കല്യാണിലോട്ടാണ് പോണത്. പാലസ് റോഡിലുള്ള കല്യാണിൽ ഇപ്പോൾ ആടി സെയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇറങ്ങാണ് എല്ലാവരും കൂടി. ഞങ്ങളിപ്പോൾ പോകുന്നത് കല്യാണി. അങ്ങനെ കല്യാണിൽ എത്തിയിട്ടാ നേരെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. നീലായിട്ട് മാറി മാറി അവിടെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഷർട്ടുകൾ. പിന്നെ ചുരിദാർ സെക്ഷനിലോട്ട് പോയി. ചുരിദാർ സെക്ഷനിലെ ഓഫർ കണ്ടപ്പോൾ ഞങ്ങൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ വിലകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കോട്ടൻ്റെയും ഒക്കെ ഭയങ്കര ഓഫർ തന്നെയാണ്. 70% കാര്യങ്ങളൊക്കെ ആയിട്ട്. ചുരിദാർ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. സൺഡേ ഉണ്ട്, നല്ല തിരക്കാണ് കേട്ടോ. കണ്ട മൊത്തം ഓഫറുകൾ ആടി ഉലയുന്നത് കണ്ടോ. 70, 50 റണ്ണിങ് മെറ്റീരിയലിൻ്റെ അവിടെയൊക്കെ നല്ല ഓഫറാണ് കേട്ടോ. മൊത്തത്തിൽ കല്യാണിൽ 50%, 70% ഓഫറാണെന്ന് പറഞ്ഞാലും ക്വാളിറ്റിയിലൊന്നും നോ കോംപ്രമൈസാണ് കേട്ടോ. കല്യാണം അതുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂരുകാരുടെ ഒരു വികാരമാണ്. നീലയുടെ കുറച്ച് കുറുത്തടിക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. തള്ളൊന്നുമല്ല, നല്ല ഓഫറുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ വന്നാൽ എല്ലാവർക്കും ഇരട്ടി വാങ്ങിക്കാം. കണ്ട ഇരട്ടി വാങ്ങിച്ചിട്ടിരിക്കുന്നുണ്ട് ഒരാൾ. നമ്മളങ്ങനെ ബില്ലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. ഓരോ പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴും നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ട് കണ്ണുകൾ ഇങ്ങനെ ഉടക്കും. എങ്കിലും ഞങ്ങൾ ഒരുവിധം സഹിച്ച് പിടിച്ചതാ പുറത്തേക്ക് ഇറങ്ങാനുണ്ട് എല്ലാവരും കൂടി. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മൾ രാത്രി ആയാലും പുറത്തിറങ്ങില്ല.
ഇനി അടുത്തൊരു ആടിക്കിഴിവിന് കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ആടിക്കൊണ്ട് ഇറങ്ങിയിട്ടാണ്.